വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനോ മേരി. ഒരാൾ മരിച്ചതിന് ശേഷം എങ്ങനെയാണ് വിശുദ്ധനാകുന്നത് എന്നറിയാമോ? അവരുടെ പ്രാർത്ഥനയിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. ടൈറ്റസ് പുരോഹിതന്റെ കാര്യത്തിലും ഒരു അത്ഭുതം സംഭവിച്ചു. വർഷങ്ങൾക്കപ്പുറം 2004 ഫാദർ മൈക്കൽ ഡ്രിസ്കോൾ എന്നൊരു വൈദികന് വലിയൊരു അസുഖം വന്നു, ക്യാൻസർ. ഡോക്ടർമാർക്ക് പോലും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫാദർ മൈക്കിൾ ടൈറ്റസ് പുരോഹിതനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ടൈറ്റസ് പുരോഹിതൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം നെറ്റിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫാദർ മൈക്കിൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു കണിക പോലും ഇല്ലാതായി. ഇത് ടൈറ്റസ് പുരോഹിതന്റെ പ്രാർത്ഥനയിലൂടെ സംഭവിച്ച ഒരു അത്ഭുതമായിരുന്നു. ഈ അത്ഭുതം അംഗീകരിച്ചപ്പോൾ 2022 മെയ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ ടൈറ്റസ് ബ്രാൻസ്മയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിശുദ്ധ ടൈറ്റസ് ബ്രാൻസ്മ എന്ന് വിളിക്കുന്നു. ജൂലൈ 27 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം. ആരാണ് ഈ ടൈറ്റസ് ബ്രാൻസ്മ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിത കഥ കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ടൈറ്റസ് ബ്രാൻസ്മ 1881 നെതർലാൻഡ്സിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു. അനോസിയോട്ട് ബ്രാൻസ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ടൈറ്റസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് പുരോഹിതനായപ്പോഴാണ്. വളരെ ചെറുപ്പം മുതൽക്കേ ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. പഠനത്തിൽ മിടുക്കനായിരുന്ന ടൈറ്റസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം. സത്യം ലോകത്തോട് പറയാൻ പത്രങ്ങളെ ഉപയോഗിച്ചു. നാസികൾ ലോകം ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർ ഒരുപാട് ക്രൂരതകൾ ചെയ്തു. നാസികളുടെ തെറ്റായ പ്രചാരണങ്ങൾ പത്രങ്ങളിൽ അച്ചടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ടൈറ്റസ് പുരോഹിതൻ ധീരമായി അവരെ എതിർത്തു. ഇത് വളരെ അപകടമുള്ളൊരു കാര്യമായിരുന്നു. എങ്കിലും സത്യം പറയേണ്ടത് എൻ്റെ കടമയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് തന്നെ പോയി. ഇത് കാരണം 1942 ജാനുവരി 19 നാസികൾ ടൈറ്റസ് പുരോഹിതനെ ജയിലിലാക്കി. ജയിലിൽ പോലും അദ്ദേഹം സന്തോഷവാനായിരുന്നു. പ്രാർത്ഥിച്ചു, മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു. ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ ഡാക്കാവ് എന്ന തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി. അവിടെ നാസികൾ അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ടും അദ്ദേഹം അവരോട് ദേഷ്യപ്പെട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. 1942 ജൂലൈ 26 നാസികൾ അദ്ദേഹത്തിന് മാരകമായ ഒരു കുത്തിവെപ്പ് നൽകി. പക്ഷെ ആ സമയത്തും ടൈറ്റസ് പുരോഹിതൻ ആ നേഴ്സിനോട് സ്നേഹത്തോടെ സംസാരിച്ചു. തൻ്റെ ജപമാല പോലും അവർക്ക് നൽകി. അദ്ദേഹത്തിന്റെ ഈ സ്നേഹം കണ്ട് ആ നേഴ്സ് പിന്നീട് കത്തോലിക്ക മതം സ്വീകരിച്ചു. ടൈറ്റസ് പുരോഹിതൻ തൻ്റെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് കത്തോലിക്ക സഭ അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി അംഗീകരിച്ചു. ടൈറ്റസ് ബ്രാൻസ്മ നമുക്ക് എന്താണ് പഠിപ്പിച്ചു തരുന്നത്? വിശുദ്ധ ടൈറ്റസ് ബ്രാൻസ്മ തൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും സത്യം പറയണം. തെറ്റായ കാര്യങ്ങളെ എതിർക്കുക തന്നെ ചെയ്യണം. കഷ്ടപ്പാടുകൾ വരുമ്പോൾ പോലും ദൈവത്തിൽ വിശ്വസിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കണം. ഒരിക്കലും ദേഷ്യപ്പെടരുത്. ടൈറ്റസ് പുരോഹിതന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും സ്നേഹവും സത്യവും മുറുകെ പിടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. ഈ വിശുദ്ധന്റെ കഥ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.